ഞാൻ പറഞ്ഞു വന്നത്, ഒരു കുടുംബത്തിലുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള അംഗങ്ങൾക്ക് പരസ്പരം ഈ ഒരു ബോധവും ഉറപ്പും ഉണ്ടാവണം. ഇംതിസാലു അവാമിരില്ല, ഓരോരുത്തരും അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ അനുസരിച്ചിരിക്കും എങ്കിൽ പിന്നെ അതിനെതിരായിട്ടുള്ള പ്രവൃത്തിയോ വാക്കോ ചോദ്യമോ പറച്ചലോ ആ വീട്ടിനുള്ളിൽ ഉണ്ടാവില്ല. അതേപോലെ ഇജ്തിനാബുൻ നവാഹി, അള്ളാഹു നിരോധിച്ചതാണ്, അത് ചെയ്യാൻ പറ്റൂല എന്ന് ഓരോരുത്തർക്കും ബോധവും വേണം. ഓരോരുത്തരും അത് കണിശമായി ശ്രദ്ധിക്കുന്നവരും ആവണം. എങ്കിൽ അതിനെതിരായിട്ടുള്ളത് വീട്ടിലുണ്ടാവില്ല. ഇത് രണ്ടും നഷ്ടപ്പെട്ടാൽ ആ വീട്ടിൽ ദീനേ ഉണ്ടാവില്ല. അള്ളാഹിന്റെ കൽപ്പന മാനിക്കുന്നില്ല, അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുന്നില്ല, പിന്നെ ആ വീട്ടിൽ എന്ത് ദീൻ? ഇനി അഥവാ ഇപ്പറഞ്ഞ പോലെയാണ് ഭാര്യയും ഭർത്താവുമെങ്കിൽ തൗഹീദിന്റെ കാര്യത്തിൽ രണ്ടാളും ഓക്കെ, രണ്ടാൾക്കും ശിർക്കില്ല. സുന്നത്തിന്റെ കാര്യത്തിൽ രണ്ടാളും ഓക്കെ, ബിദ്അത്തിന്റെ കാര്യത്തിൽ രണ്ടാൾക്കാരും ദൂരെയാണ്. അതേപോലെ ഈ തഖ്വയുടെ കാര്യത്തിലും രണ്ടുപേരും ഓക്കെ ആണെങ്കിൽ പിശാചിന് ഏറ്റവും ദേഷ്യം ആ ഭാര്യയോടും ആ ഭർത്താവിനോടും. എന്തെങ്കിലും കാരണമുണ്ടാക്കി രണ്ടുപേരെയും പിരിക്കാൻ ശൈത്താൻ 18 പണിയുന്നു. നമ്മൾ പറയുന്നില്ലേ, എല്ലാ ആദർശെല്ലാം ഓക്കെ തന്നെപ്പാ, നല്ല തൗഹീദുണ്ട്, നല്ല രീതിയാണ്, പക്ഷെ എന്നാലും ഒരു ഇങ്ങനെ കളിക്കുന്നു, ഇങ്ങനെ പറയുന്നു. ശൈത്താന്റെ അതിശക്തമായ പണി അവിടെയാണ് ഉണ്ടാവുക. തൗഹീദില്ലാത്ത, ആദർശമില്ലാത്ത, ദീനില്ലാത്ത രണ്ടാൾക്കാരെ അകറ്റിയിട്ട് ശൈത്താന് ഒന്നും കിട്ടാനില്ല. എന്താ നേട്ടമുള്ളൂ? അല്ലെങ്കിലേ പോക്കന്നല്ലേ. അതേസമയം രണ്ട് ദീനുള്ള ആണും പെണ്ണും ചേർന്നാൽ അവരിൽ നിന്നുണ്ടാകുന്ന പരമ്പരകൾ ദീനായിരിക്കും. ശൈത്താനെ പിടിക്കില്ല. നല്ല ദീനുള്ള ഉപ്പാന്റെയും ഉമ്മാന്റെയും മക്കളെ നമ്മൾ കാണുന്നില്ലേ? അവരെങ്ങനെയാ വളരുന്നത്? അവരുടെ അദബ്, മര്യാദ, സംസ്കാരം, അവരുടെ ജീവിത ശൈലി, വർത്തമാനത്തിന്റെ രീതി വരെ നമുക്ക് മനസ്സിലാവുന്നല്ലേ. രണ്ടുപേർക്കും ദീനുണ്ടെങ്കിലാണ്. ഒന്നിന് മാത്രമാണെങ്കിൽ മക്കൾക്ക് കാണുന്നില്ല. ഒരാൾക്ക് മാത്രമേ ദീനുള്ളൂ എങ്കിൽ മക്കളിൽ അത് കാണുന്നേ ഇല്ല. കാരണം ശൈത്താന് അത് സഹിക്കൂല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഇബ്ലീസ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇന്ന ഇബ്ലീസ യദഉ അർശഹു അലൽ മാ, ഇബ്ലീസ് അവന്റെ സിംഹാസനം സ്ഥാപിച്ചിട്ടുള്ളത് കടലിലാണ്, വെള്ളത്തിലാണ്. സുമ്മ യബ്അസു സറായാഹു, അങ്ങനെ അവിടെ ഇരുന്നിട്ടാണ് ഇവന്റെ പട്ടാളക്കാരെ ആളുകൾക്കിടയിലേക്ക് അയക്കുന്നത്. അങ്ങനെ അയക്കും. ഫഅദ്നാഹും മിൻഹു മൻസിലതൻ അഅദമുഹും ഫിത്ന, ഈ പട്ടാളക്കാരിൽ അവരുമായിട്ട് ഏറ്റവും അടുത്ത ദോസ്ത്, ഏറ്റവും വലിയ ഫിത്ന ഉണ്ടാക്കുന്ന ശൈത്താനായിരിക്കും. അങ്ങനെ പറഞ്ഞു വിടുക. അങ്ങനെ എല്ലാവരും എല്ലാ ഫിത്നയും ഉണ്ടാക്കി തിരിച്ചു വരും. അപ്പൊ ഇബ്ലീസ് ചോദിക്കും അവരോട്, ഫഅൽത കദാ വകദാ, നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ? അപ്പൊ തിരിച്ച് ശൈത്താൻ പറയും, നഅം ഫഅൽതു കദാ വകദാ, ഞാൻ ഇന്നെ കള്ളുകുടിപ്പിച്ചു, വിചരിപ്പിച്ചു, അല്ലെങ്കിൽ പലിശ വാങ്ങിപ്പിച്ചു, അതല്ലെങ്കിൽ അടിയുണ്ടാക്കി, കൊലപാതകം ഉണ്ടാക്കി, കലാപമുണ്ടാക്കി, അങ്ങനെ പലതും പറയും. ഫയഖൂൽ, അപ്പൊ ഇബ്ലീസ് പറയും, മാ സനഅത ശൈഅൻ, മാ സനഅത ശൈഅൻ, അതൊന്നും വലിയ പണിയൊന്നുമല്ല, എല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റും തന്നെ, അടിയും പിടിയും കള്ളും മുതല്ല. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു വിടും. സുമ്മ യജീഉ അഹദുഹും, കൂട്ടത്തിലുള്ളൊരുത്തൻ വരും. ഫയഖൂൽ, എന്നിട്ട് അവൻ പറയും, മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതിഹി, പല പണിയും ഞാൻ നോക്കി, ഇവരൊന്നും ചെയ്യുന്നില്ല. നല്ല ദീനുണ്ട്, പല പണിയും ഞാൻ ചെയ്തു നോക്കി, കള്ളു കുടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, പലിശക്ക് പോകുന്നില്ല, തോന്നിവാസമില്ല, വൃത്തികേടില്ല, ഒരു പണിയും ഞാൻ എടുത്തിട്ട് ഇവന് സമ്മതിക്കുന്നില്ല. അവസാനം ഞാൻ അവിടെ പിടിച്ചു, മർമ്മത്തെ പിടിച്ചു. ഞാൻ അയാളുടെയും അയാളുടെ ഭാര്യന്റെയും ഇടയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ രണ്ടാൾക്കാർ ഞാൻ അങ്ങ് അകറ്റിക്കളഞ്ഞു. ഇപ്പൊ രണ്ടും തമ്മിൽ വലിയ പ്രശ്നത്തിലായിട്ടുണ്ട്. ചിലപ്പോ ഇത്രയുണ്ടാവും പ്രശ്നം, ചിലപ്പോ ഇത്രയുണ്ടാവും. പക്ഷെ അതിനെ ഞാൻ എന്താക്കിയിട്ടുണ്ട്? ഭയങ്കരാക്കി, രണ്ടാളി രണ്ട് ടീം ആക്കിയിട്ടുണ്ട്. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയുദ്നീഹി മിൻ, ഇവനെ ശൈത്താൻ കസേരമ നെളിച്ചിട്ട് പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരും അടുത്തേക്ക്. എന്നിട്ട് പറയും, നഅം അൻത, നീയാ മോനെ ശരിക്കും ശൈത്താൻ, നീയാണ് ശരിക്കുള്ള ശൈത്താൻ എന്ന് പറഞ്ഞ് ഇബ്ലീസ് അവനെ അഭിനന്ദിക്കും. എപ്പോൾ? രണ്ടാൾക്കാരെ പിരിക്കും. അതുകൊണ്ട് ആദർശമുള്ള കുടുംബത്തിലാണ് ശൈത്താന്റെ ഈ പരിപാടി അധികവും നടക്കുക. കാരണം അവരൊന്നിച്ചാൽ വരുന്ന തലമുറ ദീനുള്ളവരായിരിക്കും. അത് നശിപ്പിക്കാൻ പല കാരണങ്ങളും ശൈത്താൻ കൊണ്ടിടുകയും ചെയ്യും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പഴുത് കൊടുക്കാതിരിക്കാൻ സൂറത്തുൻ നിസാഇന്റെ 19-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. കുടുംബജീവിതത്തിൽ ആരായിരിക്കും പ്രശ്നക്കാര്?
ആണോ പെണ്ണോ? വന്നിട്ടുണ്ടോ? കേൾക്കണ്ട. ആരായിരിക്കും പ്രശ്നക്കാര്? ആണോ പെണ്ണോ? പെണ്ണാണ്. പെണ്ണാണ്. പെണ്ണുങ്ങൾ കേൾക്കട്ടെ. പെണ്ണാണ് പ്രശ്നക്കാർ. വആശിറൂഹുന്ന, നിങ്ങൾ അവരോട് സഹകരിക്കുക. ബിൽ മഅറൂഫ്, നല്ല നിലക്ക്. അള്ളാന്റെ കൽപ്പന വരികയാണ്. കാരണം എന്താ അറിയോ, അവരെ പലതും നിങ്ങൾക്ക് താങ്ങാനും സഹിക്കാനും പറ്റില്ല. കാരണം ഞാൻ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് നേരെയുള്ള കൊമ്പ് കൊണ്ടല്ല. പിന്നെയോ ഖുലിഖ്ന മിൻ ദുലഇൻ അഅ്വജ്. അഅ്വജിന്റെ അർത്ഥം എന്താ അറിയോ? ഏറ്റവും വളവുള്ള എല്ല്. ചെറുങ്ങനെ വളവല്ല, ഏറ്റവും വളവുള്ള എല്ല് കൊണ്ടാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ വളവ് അവരുടെ വാക്കിലും സ്വഭാവത്തിലും പ്രവൃത്തിയിലും ഒക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നിങ്ങൾ നല്ല നിലക്ക് നിന്നാ മതി. ഫഇൻ കരിഹ്തുമൂഹുന്ന, ആണുങ്ങൾക്ക് ഉപദേശം. ഫഇൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെറുപ്പ് തോന്നിയാൽ. അപ്പൊ വെറുപ്പിക്കുന്ന ആളാരാ? പറഞ്ഞോളി, കേൾക്കൂല, മൈക്കൻ്റെ അടുത്തല്ലേ. ഭാര്യമാരാണ് വെറുപ്പിക്കുക. ആണുങ്ങൾക്ക് ഇനി സമയം എവിടെയാ? ജോലിക്ക് പോകണം, വൈകുന്നേരമാകുമ്പോൾ ക്ഷീണിച്ച് അവശരായി വന്ന് ഒന്ന് കിടന്നാ മതി. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിലേക്ക് പോയില്ലേ? നുബുവത്ത് കിട്ടുന്നതിന്റെ എത്ര മാസം മുമ്പ്? 6 മാസം മുമ്പ്. റബീഉൽ അവ്വലിൽ പോന്നു, റമദാനിൽ ജിബ്രീൽ വന്നു. ആ സംഭവം പറയുമ്പോൾ താരീഖിന്റെ ഉലമാക്കൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഹയിലേക്ക് പോകുന്നത് മനസ്സസ്വസ്ഥമായിട്ടാണ്. ഈ ഖുറൈശികളുടെ ഈ അവസ്ഥ എല്ലാം കണ്ടിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട്, ആണുങ്ങളുടെ രീതി വെച്ച് സൈക്കോളജി, അവർക്ക് ടെൻഷൻ അടിച്ചാൽ എന്ത് വേണം? ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി. അവിടെ എൻ്റെ പൊന്നാരെ വിളിച്ച് ഇരുത്തിയാലൊന്നും ടെൻഷൻ മാറില്ല, ഒറ്റയ്ക്ക് ഇരിക്കണം. എന്നിട്ട് കുറച്ച് നമുക്ക് ക്ലിയർ ആവും, റെഡിയാവും. പെണ്ണുങ്ങളുടെ സൈക്കോളജി നേരെ തിരിച്ചാണ്. അവർക്ക് മനസ്സിന്റെ ഭാരം തീർക്കണമെങ്കിൽ മൊയിനിയായിട്ടിരുന്നാൽ ഭാരം ഡബിൾ ആവും. അതുകൊണ്ട് എന്ത് ചെയ്യും? പറഞ്ഞ് ഉള്ളിലുള്ളത് അങ്ങ് പുറത്തു. അപ്പൊ അഥവാ പെർക്ക് കയറി പോകുമ്പോ അങ്ങനെ എന്തെങ്കിലും നബീനെ കല്യാണിക്കാൻ പോകല്ലേ? എപ്പോ കല്യാണം? അതുകൊണ്ട് നസീഹത്തായിട്ട് സ്വീകരിച്ചോ. അഥവാ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ അതെ അങ്ങനെ നീ പറയും പോലെ തന്നെ, നീ പറയുന്ന എന്നെ സത്യം, നീ എന്നെ സത്യം പറയല്, അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ മതി. പറഞ്ഞുള്ളിലുള്ളത് തീരുമ്പോ പിന്നെ മുത്തായിരിക്കും. ശ്രദ്ധിച്ചു നോക്കും. പറയുമ്പോഴേ ഉണ്ടാവുള്ളൂ ഭദ്രകാളി. അത് കഴിഞ്ഞാൽ എന്താവും? പിന്നെ രാജകുമാരിയാവും, രാജ്ഞിയാവും. പെണ്ണിന്റെ രീതിയാണ്. അള്ളാഹ് പറഞ്ഞതാണ് ഫഇൻ കരിഹ്തുമൂഹുന്ന, എന്തെങ്കിലും നിങ്ങളെ വെറുപ്പിച്ചാൽ ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജഅല അല്ലാഹു ഫീഹി ഖൈറൻ കസീറ, എന്തെങ്കിലും നന്മയൊക്കെ ഉണ്ടാവുമല്ലോ, അത് നോക്കി നിങ്ങൾ സമാധാനിപ്പിക്കും. അത് അല്ലാഹു ഖൈർ വെച്ചിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുബ്ഗിദു മുഅ്മിനുൻ മുഅ്മിന, ഒരു മുഅ്മിനായ ഒരു ഭർത്താവ് മുഅ്മിനത്തായ ഒരു ഭാര്യയോട് ദേഷ്യം പിടിക്കില്ല. ആദർശവാദികളെ പറ്റി ഞാൻ പറയുന്നു കേട്ടോ. ആദർശമില്ലാത്തതിന് എന്തോ ആവും, അടിക്കും ഇടിക്കും, ചിലപ്പോൾ കഴുത്തിന് പിടിച്ച് തലക്ക് പിടിച്ച് കുത്തും, മുറിക്കും, അതാക്കും ഇതാക്കും. മുഅ്മിന്റെ വീട്ടിലൊന്നും ഉണ്ടാവില്ല. ഭാര്യയും ഭർത്താവും പിന്നെ അടിയും പിടിയൊന്നും ആദർശവാദികളുടെ വീട്ടിൽ ഉണ്ടാവൂല, ഉണ്ടായിക്കൂടാ. ഏതടിയാ? ഈ അടി ഉണ്ടല്ലോ, അത് ഇടക്കിടക്ക് അടിക്കണം. അതെന്താണ്? നമ്മളിപ്പോ ചങ്ങായിമാരിൽ നിൽക്കുമ്പോൾ പോയിട്ട് അടി പുറത്ത് കൊടുത്താൽ ഒരു ദേഷ്യം പിടിക്കുക. അതുണ്ടല്ലോ ഒന്നിരിബൂഹുന്ന, അല്ല പറഞ്ഞ അടി ആ അടിയാണ്. ഗൈറ മുബർറ, വേദനിക്കണം എന്നാ മുറിവുണ്ടാകാൻ പറ്റൂല, അടയാളവും വരാൻ പറ്റൂല. ആ അടി അതല്ല ഞാൻ പറഞ്ഞത്. മറ്റടിയുണ്ടല്ലോ, അത് ആദർശമില്ലാത്ത ആൾക്കാരുടെ സാധാരണ നാടന്മാര് വീട്ടിലുണ്ടാകുന്ന വഴക്കും പിടിച്ചും കുത്തലും മുടി പൊടിക്കല് ചവിട്ടല് ഇടിക്കല്. ഇപ്പം പെണ്ണുങ്ങളൊക്കെ ജിമ്മാണ്. നോക്കിയൊക്കെ എവിടെല്ലാം ജിമ്മുണ്ട് അവിടെ എല്ലാം പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് ജിംനേഷ്യം ഉണ്ട്. ഇപ്പൊ അവര് പോകുന്നുണ്ട്. വല്ലാതെ അടിക്കാനൊന്നും മാപ്പിളമാർ നിൽക്കുന്നില്ല. അതുകൊണ്ട് പേടിച്ചിട്ട് കരാട്ട പഠിക്കുന്നുണ്ട്, കുങ്ഫു പഠിക്കുന്നുണ്ട്, ജൂഡോലം പഠിക്കുന്നുണ്ട് പെണ്ണുങ്ങൾ. അതായത് വലിച്ച് പറക്കിട്ട് എറിയും അടിക്കാൻ പോയാൽ. ആ അവസ്ഥയിലാണുള്ളത്. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മുഅ്മിനായ ഭർത്താവ് ഒരു മുഅ്മിനത്തായ ഭാര്യയെ അടിക്കൂല, അടിക്കേണ്ട ആവശ്യം അയാൾക്ക് വരില്ല. അതായിരിക്കും ആ വീട്ടിന്റെ ഉള്ളിലുള്ള അവസ്ഥ. ഇനി അഥവാ മുഅ്മിനത്താണ്,
റസൂലുള്ളാഹിന്റെ വാക്ക് ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്, സ്വദഖ റസൂലുള്ളാഹ്. മുഅ്മിനെ പറ്റിയാ പറയുന്നത്. ഈമാനില്ലാത്ത കാഫിറിന്റെ വീട് പിന്നെ പറയണ്ട. മുഅ്മിനത്താണെങ്കിലും ഇൻകരിഹ മിൻഹാ ഖുലുഖൻ, ഓൾക്ക് നല്ല ഈമാനും ആദർശം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സ്വഭാവം നിനക്ക് വെറുപ്പുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഉണ്ടാക്കിയാൽ റദിയ മിൻഹാ ആഖർ, വേറെ എന്തെങ്കിലും ഒരു നല്ലത് നോക്കിയിട്ട് നീ എങ്ങനെ എന്ത് ചെയ്യുക, അതങ്ങ് മറന്നു കളയാം. എത്രയോ നന്മ വരെ ഉണ്ടാവും, അത് നോക്കുക, അത് ഓർക്കുക. എന്നിട്ട് ഇതിനെ ഒരു ചാപല്യമായി കണ്ടിട്ട് കല്ലിവല്ലി പോട്ടെ എന്ന് വെക്കുക. കാരണം ആ പെണ്ണിന് ആ സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ഒളിക്ക് കയറാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹ. ഭയങ്കര പ്രശ്നക്കാരിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര പ്രശ്നക്കാരിയാണ്. കാരണം കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്, പ്രായം കുറവാണ്, കന്യകയാണ് കൂട്ടത്തിൽ. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം റസൂലുള്ളാഹി തങ്ങൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ചില സമയത്ത് ഇങ്ങനെ ചൊറിഞ്ഞു തുടങ്ങുമ്പോൾ, അല്ല നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ചൊറിയലല്ലേ, ചൊറിഞ്ഞു തുടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കും, അജാഅകി ശൈത്താനുകി യാ ആയിഷ, ആയിഷ നിന്റെ ഷൈത്താൻ നിന്റെ അടുത്ത് വന്നോ, നീ തുടങ്ങിയോ? അപ്പൊ ആയിഷ ബിക്ക് മനസ്സിലാവും, അങ്ങനെ കണ്ടു മാറിപ്പോവും. അപ്പൊ അവിടെയുണ്ട് ഇത് സ്വാഭാവികം. റസൂലുള്ളാഹിന്റെ ഭാര്യയാകുന്ന നമ്മളെ ഉമ്മാന്റെ വീട്ടിൽ അങ്ങനെ വന്നെങ്കിൽ നമ്മളെ പെണ്ണുങ്ങളെ പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും വന്നാൽ റദിയ മിൻഹാ ആഖർ, വേറെ എന്തെങ്കിലും നല്ല സ്വഭാവം ഓളടുത്തുണ്ടാവും, അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ഷമിച്ച് സഹിച്ച് അടങ്ങി ഒതുങ്ങി മുമ്പോട്ട് പോവാ. ഇല്ലെങ്കിൽ ഞാൻ വേറെ കെട്ടുകൊണ്ട് പഠിപ്പിച്ചാൽ മതി, അപ്പം എല്ലാം റെഡിയായിക്കോളും. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഒരു ദിവസം അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഓളെ പിന്നെ ഒഴിവാക്കാൻ പോവാണ്, തീരെ സ്നേഹം കാണിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാവും ചില പെണ്ണുങ്ങൾ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. വീട്ടിൽ നമ്മുടെ മക്കൾ സ്നേഹം പഠിക്കേണ്ടത് നമ്മളുടെ സ്നേഹം കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആ മക്കൾ മുരടിച്ചു പോകും. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. തർബീയത്തിൻ്റെ ഔലാദൊരു ഉത്തരവാദിത്തമാണ്. ഉപ്പാന്റെയും ഉമ്മാന്റെയും ബന്ധവും ഇഷ്ടവും സ്നേഹവും കളിയും ചിരിയും തമാശയും അത് കണ്ടിട്ട് വേണം നമ്മളെ മക്കൾ ആ സ്നേഹം പഠിക്കാൻ, ആ മുഹബ്ബത്ത് പഠിക്കാൻ. മൊബൈലിൽ നിന്നല്ല പഠിക്കേണ്ടത്, യൂട്യൂബിൽ നിന്നല്ല പഠിക്കേണ്ടത്. നമ്മളെ വീട്ടിൽ നിന്ന് ജീവിച്ച പച്ചക്കുള്ള ജീവിതം കണ്ടിട്ട് അത് പഠിക്കണം. ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച് വിടുമ്പം 2 മാസം കഴിയുമ്പോൾ മാപ്പിളുടെ കോള് വരും, മോളൊക്കെ ശരിയല്ല കൂട്ടിയിട്ട് പോയിക്കോ. ഉത്തരവാദി നമ്മൾ തന്നെ, ആ മോളല്ല. കാരണം പഠിപ്പിക്കേണ്ട നമ്മൾ ആ മോക്ക് പഠിപ്പിച്ചിട്ടില്ല. ദീൻ്റെ എല്ലാം ഉണ്ട്, പിന്നെ എന്തിനാ നമ്മൾ പുറത്തേക്ക് പഠിപ്പിക്കാൻ വിടുന്നു? യൂട്യൂബ് വെച്ച് കൊടുത്തിട്ട് മോളെ ആ കൗൺസിലേക്ക് ഒന്ന് കേട്ടു നോക്ക്, നാളെ കല്യാണമല്ലേ, ഇല്ലെങ്കിൽ മറ്റവൻ്റെ ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് ഒന്ന് കേൾക്കും. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വീട്ടിൻ്റെ ഉള്ളിലുള്ള എന്താ ഇംഗ്ലീഷിൽ പറയാ, റൊമാൻറ്റിക് അല്ലേ? റൊമാൻറ്റിക്കിന്റെ മലയാളം എന്താ? അത് കാണണം, ആ ലൈഫ് അത് ഇങ്ങനെ ആയിരിക്കണം. ഞാനും ഒരു ദിവസം ഭാര്യയായിട്ട് പോയാൽ എന്ന് മോള് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കണം. ഇയാൾ വന്നിട്ട് പറയാണ്, മഹബത്തില്ല, ഞാൻ തലാക്കെല്ലാം പോവാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, വൈഹക് അലം തുബ്നൽ ബുയൂത് ഇല്ലാ അലൽ ഹുബ്. വെറും ഈ ഇഷ്ടത്തിന് മാത്രമാണ് ഒരു വീടുണ്ടാവേണ്ടത്, കുടുംബം പിന്നെ പണിയേണ്ടത്. അതിന് മാത്രമല്ല, ഫൈന ദ്യായ വൈന തദമ്മും, ഓർക്കലും മാപ്പാക്കലും വിട്ടുവീഴ്ചയ്ക്ക് പിന്നെ ഇവിടെ സ്നേഹം മാത്രം പോരാ, ഇതും അതിനോടൊപ്പം ഉണ്ടാവണം. അതായത് കുടുംബജീവിതം പറയുമ്പോൾ എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വിട്ടുവീഴ്ച. അതൊരു മെയിൻ വിഷയമാണ്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, മവദ്ദത്ത് ഇഷ്ടം, റഹ്മ ഈ വിട്ടുവീഴ്ചയാണ്. അതില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നടക്കൂല. കാരണം സൃഷ്ടിക്കപ്പെട്ടതേ അങ്ങനെ, രണ്ട് ജിൻസല്ലേ, ആണ് വേറെ ജിൻസ്, പെണ്ണ് വേറെ ജിൻസല്ലേ. അത് രണ്ടും നെഗറ്റീവും, അപ്പോഴല്ലേ ലേറ്റ് കത്തുള്ളൂ. അതുകൊണ്ട് രണ്ടും രണ്ടായിരിക്കും. 2 കുടുംബം, 2 തറവാട്, 2 സംസ്കാരം എല്ലാം കൂടി ചേരണം. അവിടെ വിട്ടുവീഴ്ച നിർബന്ധമായിട്ടും വേണം. ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹു, ഞാനിത് പറയുന്ന ആദർശവാദികളോടാട്ടോ. തൗഹീദ് ഇല്ലാത്തൊരു ഇതൊന്നും ബാധകമല്ല. അവൻ ആദ്യം ശരിയാക്കേണ്ടത് ഏതാ? മുസ്ലിം ആവൻ, എന്നിട്ടല്ലേ പിന്നെ ഇതെല്ലാം ചെയ്തിട്ട് കാര്യമുള്ളൂ. പെണ്ണ് പിന്നെ എപ്പോൾ എവിടെ പോകുന്ന മോളെ, ഞാനൊന്ന് തങ്ങളെ കണ്ടിട്ട് വരട്ടെ. ഈ ക്ലാപ്പും പറയും, ആ എന്നാ പിന്നെ പോയിക്ക മോളെ, ആരാ ഉള്ളത്? രാമേട്ടനുണ്ട്, രാമേട്ടൻ്റെ ഓട്ടോറിക്ഷയിൽ തങ്ങളെടുത്തേക്ക്. ഇവൻ ഈ എന്താ പറയാ അറിയാം, എന്താ പേര് നമ്മൾ പറഞ്ഞ ദയൂസ്.
ഒരു കൂസലുമില്ല, അത് നീ പോയിക്കാൻ മോളെ. അവർക്കിതൊന്നും ബാധകമല്ല. ഇതൊക്കെ മുഅ്മിനത്തുകളായ ആൾക്കാർക്കുള്ള ഉപദേശങ്ങളാണ്. മുഅ്മിനായ ആളുകളും മുഅ്മിനത്തായ പെണ്ണുങ്ങളും. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, ഇതെല്ലാം ഇന്ന് വീട്ടിൽ പോയിട്ട് ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാവരും കെട്ടാൻ പോകുന്നവർ എഴുതി വെക്കുക, ഫസ്റ്റ് നൈറ്റിൽ ഇത് പറഞ്ഞോളണം. എന്താണെന്നറിയോ? അബൂ ദർദാ പറഞ്ഞു റളിയല്ലാഹു അൻഹു, യാ ഉമ്മ ദർദാ, ഭാര്യ വിളിച്ചിട്ട് പറയാണ്, യാ ഉമ്മ ദർദാ ഇദാ ഗളിബ്തു, അഥവാ ഞാൻ ദേഷ്യം പിടിച്ചാൽ, അത് പുരുഷനല്ലേ, എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് ദേഷ്യം വന്നാൽ, നീ എന്തെങ്കിലും ചെയ്തിട്ടോ പറഞ്ഞിട്ടോ എന്നെ അങ്ങ് തൃപ്തിപ്പെടുത്തിക്കോളൂ, നീ ചൂടാവാൻ നിൽക്കരുത്. ഞാൻ ചൂടാകുമ്പോൾ നീ എന്ത് ചെയ്യരുത്, ചൂടാവരുത്. നീ ചൂടായാൽ പിന്നെ എൻ്റെ ചൂട് കൂടും, അപ്പൊ നിന്റെ ചൂടും കൂടും. ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ അവസ്ഥ വെച്ചിട്ട് നമ്മളെക്കാളും ട്രിപ്പിൾ ആയിട്ട് കൂടും. ചൂട് കൂടി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താ? കൈ പോവും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഓളും നോക്കി നിൽക്കൊന്നുമില്ല, എന്തായാലും പ്രശ്നമാവും, ഫസാദാവും, ഫിത്നയാവും. ഞാൻ ദേഷ്യപ്പെട്ടാൽ നീ ദേഷ്യപ്പെടരുത്. എനിക്ക് എന്താണോ തൃപ്തിയാവുക അത് ചെയ്തിട്ട് നീ എന്ത് ചെയ്തോളണം, തൃപ്തിപ്പെടുത്തിക്കൊള്ളണം. ഒരു ഭർത്താവിനെ അതിനെന്തോ ഒരു പറയുന്നുണ്ട്, ഒരു ഹോട്ട്സ്പോട്ട് ഉണ്ടല്ലോ എല്ലാവർക്കും. ഇന്ന് ചെയ്താൽ എൻ്റെ ഭർത്താവ് ഹാപ്പി ആയിരിക്കും, അതപ്പം തന്നെ പറഞ്ഞോളില്ലെങ്കിൽ ചെയ്തോളണം. അങ്ങനെ എൻ്റെ ചൂടിനെ നീ തണുപ്പിക്കുക. ഇനിയോ വഇദാ ഗളിബ്തി, ഇനി നിനക്ക് ദേഷ്യം പിടിക്കുന്നെങ്കിലോ, സ്വാഭാവികം, സഹാബാക്കൾ നമ്മളുടെ ചർച്ചയാണ്, അപ്പൊ അവർക്കും അതുണ്ട്. നിനക്ക് ദേഷ്യം പിടിച്ചാലോ, റളി, ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തിക്കോളാം, എനിക്കറിയാം നീ എങ്ങനെയാ തൃപ്തിപ്പെടുക എന്നുള്ളത്, അത് ഞാൻ ചെയ്തോളാം. ഫഇദാ ലം നകുൻ ഹാകദാ, നമ്മൾ ഇങ്ങനെ ആയിട്ടില്ലെങ്കിൽ മാ അസ്റഅ മാ നഫ്തരിഖ്, നമ്മൾ എപ്പം പിരിഞ്ഞു ചോദിച്ചാൽ മതി. അബൂ ദർദാ എന്ന സഹാബിന്റെ ഉപദേശമാണ് ഭാര്യയോട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്ന ഒരു സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കും. ഒരു ദിവസം സൗദ റളിയല്ലാഹു തആല അൻഹ, അവരാണ് രണ്ടാമത്തെ ഭാര്യ, അവരാണ് ആയിഷ ബീവിക്ക് അവരുടെ ദിവസം മാറ്റിക്കൊടുത്തതും. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉള്ള ഐക്യമാണ് അവർക്ക്. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പം സൗദയും അന്ന് അതിഥിയായി വന്നു റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. കാരണം ഭർത്താവിന്റെ ആദ്യത്തെ ഭാര്യ വന്നതല്ലേ, എന്ത് രസമല്ലേ, രണ്ടാമത്തെ ഭാര്യന്റെ അടുത്തേക്ക് ആദ്യത്തെ ഭാര്യ ഗസ്റ്റ് ആയിട്ട് വരുന്നു. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി. അപ്പൊ സൗദ പറഞ്ഞു, ഞാൻ ഈ ഭക്ഷണം തിന്നില്ല, സുന്ദരന്റെ മാതൃക നോക്കണേ, ഞാനിത് കഴിക്കൂല, എനിക്ക് വേണ്ട, നീ ഉണ്ടാക്കിയ ഭക്ഷണം എന്തിനാ എനിക്ക്. ആയിഷ ചെറുത്, സൗദാ ബീവിനേക്കാൾ എത്രയോ ചെറുതാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഗസ്റ്റായി വന്നു, വലിയ കാര്യമായിട്ട് ഫുഡെല്ലാം വെച്ചപ്പോൾ, അതും ആരെ മുമ്പെന്നായി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിന്റെ മുമ്പ് എന്നാ പറയുന്നത്, എനിക്ക് വേണ്ട. ആയിഷ എന്ത് ചെയ്തെന്നറിയോ, കൈ ആ പാത്രത്തിൽ കറിയിൽ മുക്കി ആ കൈ സൗദാന്റെ മുഖത്ത് കൊണ്ടേറ്റ് അങ്ങ് വരച്ചു. സൗദാന്റെ മുമ്പ് ദേഷ്യം പിടിച്ചിട്ട്. നമ്മളെന്ത് ചെയ്യും? നമ്മളെ ഭാര്യ, രണ്ട് ഭാര്യമാര് പോട്ട്, വേറെ ആരെങ്കിലും വന്നതായിട്ട് സങ്കല്പിക്കുക. സൗദ ആകെ അന്തം വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. സൗദ എന്താ പറഞ്ഞറിയോ, പകരം ചെയ്യും, നിന്നെ ചെയ്തല്ലേ, നീ പകരം കൂട്ടിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ചവിട്ടി ഒന്ന് പൊങ്ങി നിന്നിട്ട് സൗദ റളിയല്ലാഹു അൻഹ കറിയിൽ കൈമുക്കി ആയിഷ ബീവിന്റെ മുഖത്ത് പിന്നി ഒഴിച്ചു. ഒരു റിവായത്തിൽ എന്തുണ്ടെന്നറിയോ, കുറച്ച് ഭക്ഷണം സൗദ ബീവിന്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, ആയിഷാന്റെ മുഖത്ത് ഒരച്ചു കൊടുത്തു. പിന്നെ രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരക്കലായി. അത് അവസാനം ചിരിയിലും കളിയിലും തമാശയിലുമായിട്ട് അവസാനിച്ചു. പ്രശ്നം കഴിഞ്ഞില്ലേ? ഇല്ലെങ്കിൽ എന്തെല്ലാം ബോംബ് പൊട്ടും നമ്മൾ വെക്കുകയാണെങ്കിൽ. ഈടുന്നെല്ലാം ബോംബ് വന്നിട്ട് പോവും. മൂത്താപ്പന്റെ വക വരും, കാർണോറെ വക കോള് വരും, പിന്നെ അമ്മായിന്റെ വക വേറെ കോള് വരും. ഒന്നുമില്ല, വീട്ടിൻ്റെ ഉള്ളിൽ രണ്ടാളെ മുമ്പൊന്നും പ്രശ്നം തീരും. ചൂടായാൽ എന്ത് ചെയ്യാം, ഏതിലാണോ അവർക്കുള്ള തൃപ്തി അതിലേക്ക് മാറ്റിവിടുക. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ആ മാതൃക വെച്ച് സംസാരിച്ചതാണ്. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ ഈ ദേശാവസ്ഥ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി,
ഭാര്യയോടൊപ്പം വീട്ടുജോലികളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കാളിയാകുമായിരുന്നു. ഫഇദാ ഹദറത്തിസ് സ്വലാ ഖറജ ഇലസ്സലാ, നിസ്കരിക്കാൻ വേണ്ടി സമയമായാൽ വിട്ടിട്ടങ്ങ് പോവും ചെയ്യും. അപ്പൊ ഇത് വീട്ടിന്റെ ഉള്ളിൽ സ്വാഭാവികമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട സ്വഭാവങ്ങളാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വഅന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും നല്ല ആള് ഭാര്യന്റെ അടുത്ത്, അല്ലെങ്കിൽ ഭാര്യ ആണെങ്കിൽ ഭർത്താവിന്റെ അടുത്ത് ആരാണോ നല്ലത് അവരായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾ. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വലിയ പാഠം തരുന്ന ഒന്ന്, ആദർശവാദികളായ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിശാച് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പ്രശ്നത്തെ മക്കളിലേക്കും വ്യാപിപ്പിച്ചു. അവസാനം ആ വീടിന്റെ ഉള്ളിൽ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ആയി മാറാതിരിക്കാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ ഉള്ളിനെ സദാസമയവും സന്തോഷം നിലനിൽക്കുന്ന അവസ്ഥയിൽ കൈകാര്യം ചെയ്തിരിക്കും. എന്ന് പറഞ്ഞാൽ വാക്കുകൾ ശ്രദ്ധിക്കും, ഇടപെടൽ ശ്രദ്ധിക്കും, വർത്തമാനം പറയുമ്പം ആ വർത്തമാനത്തിന്റെ ശൈലി ശ്രദ്ധിക്കും. അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അത് വളരെ സന്തോഷത്തോടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പേര് മുഴുവനും വിളിക്കാറില്ലായിരുന്നു, യാ ആയിഷ്. ആയിഷ എന്നുള്ളതിന് ചിലപ്പോ യാ ആയിഷ് എന്നാ വിളിക്കുക. അപ്പൊ റസൂലുള്ളാഹിക്ക് ആയിഷക്ക് മനസ്സിലാവും ഇന്ന് കുറച്ച് സ്നേഹം കൂടുതലുണ്ട്. ഇല്ലെങ്കിൽ യാ ഹുമൈറ എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. അത് നമ്മൾ വീട്ടിന്റെ ഉള്ളില് യാഥാർത്ഥ്യമാക്കണം. ആ വർത്തമാനത്തിന്റെ ശൈലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും അവർക്കിടയിൽ ആ സന്തോഷം നിലനിൽക്കുന്ന അവസ്ഥകളെ മനഃപൂർവ്വം ഉണ്ടാക്കി. അതെപ്പോഴും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. നമ്മൾ പല ഫിക്റുള്ള മനുഷ്യന്മാരായിരിക്കും. ഭാര്യക്കും ഉണ്ടാവും പല കാര്യങ്ങളും, ഭർത്താവിനും ഉണ്ടാവും പല കാര്യങ്ങളും. പക്ഷെ വീട്ടിന്റെ ഉള്ളില് ആ സന്തോഷാവസ്ഥ നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞ് ഉണ്ടാക്കണം. അതിന് പ്രധാനമായും വേണ്ടത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്തിനു പറയാ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ. ആളെ മനസ്സിലാക്കല്, ഭർത്താവിനെ ഭാര്യ മനസ്സിലാക്കണം, ഭാര്യ ഭർത്താവും മനസ്സിലാക്കണം. ഇയാൾ എപ്പോഴും എന്താ പറയുക, ഇവളെപ്പോഴും എന്താ പറയുക എന്നതിനെ പറ്റി ഒരു ബോധം ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. ഒളിപ്പിക്കേണ്ടത് ഒളിപ്പിക്കണം, പറയേണ്ടത് പറയണം. ചില ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുടെ സ്വഭാവമുള്ള ആണുങ്ങൾ, എല്ലാം പുരക്ക് പോയിട്ട് ഇങ്ങനെ ചൊരിയ, ആണെന്ന് കണ്ടത് ഇവിടുന്ന് കേട്ടതും മറ്റേ അറിഞ്ഞതും ഇതറിഞ്ഞതും അങ്ങനെ ചൊരിയാ പോയിട്ട്. അതെല്ലാം നല്ല സ്വഭാവമൊന്നുമല്ല. എല്ലാം അങ്ങനെ അറിയും. ചില ഭാര്യമാർക്ക് ആ സ്വഭാവമുണ്ട്, മറ്റവളെല്ലാം പറയല്ല ഓളോട്, ഇങ്ങനത്തെ ഒന്നും എന്നോട് പറയാത്തത്. അത് നോക്ക് ഭയങ്കര ദേഷ്യം ഇവനോട്, എന്താ കാര്യം എന്നോടൊന്നും പറയില്ല. ഇവളറിഞ്ഞിട്ട് എന്താ കാര്യം? ഈ കഥകളെല്ലാം ഇവളറിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ, ഉപകാരം വേണ്ടേ? ആവശ്യമുള്ളത് അങ്ങനെ തന്നെ ചെയ്യും വേണം. ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഒരു ദിവസം ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഫഖാൽ, അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ഹാബിഹി തന്റെ സഹാബാക്കളോട്, തഖദ്ദമു നിങ്ങൾ പെട്ടെന്ന് പോയിക്കോളി എന്ന് പറഞ്ഞ് അവരെ മുന്നിൽ അയച്ചു. ഫലമ്മ തഖദ്ദമ അസ്ഹാബു, അങ്ങനെ സഹാബാക്കളൊക്കെ മുന്നിൽ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഖാല അലൈഹി സ്വലാത്തു വസ്സലാം ലി ആയിഷ, കൂടെ ഭാര്യ മാത്രമായി. അപ്പൊ ആയിഷയോട് റസൂലുള്ളാഹി പറഞ്ഞു, സാബിഖീനി, ആയിഷ നമുക്കൊരു മത്സരം നടത്താം, ഞാൻ ഓടാൻ പോവാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നീ എന്നെ ഒന്ന് ഓടി തോൽപ്പിക്ക്. ഫയതസാബഖു ഹുവ വആയിഷ, അങ്ങനെ നബിയും ആയിഷയും ഓടിത്തുടങ്ങി. ഫതസ്ബഖുഹു ആയിഷ ഫീ മർഹിൻ വസുറൂർ, ആയിഷ ബീവി നല്ല സ്പീഡിൽ ഓടി, ആ മുഖത്ത് ഭയങ്കര സന്തോഷവും റാഹത്തും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ചിലപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോറ്റു കൊടുത്തതാവാനാണ് ചാൻസ്. കാരണം ഭയങ്കര ആരോഗ്യമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഭയങ്കര ആരോഗ്യവാനാണ്. സാധാ നടത്തത്തെ പറ്റി തന്നെ സഹാബാക്കൾ പറഞ്ഞു, പതുക്കെ നടക്കൂല. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം നടത്തം കുന്നും വന്ന് താഴോട്ട് ഇറങ്ങുന്ന പോലെയാണ്. അങ്ങനെ ഇറങ്ങാൻ നമ്മൾ കടകടകട വരൂലേ, അതേപോലെ റസൂലുള്ളാഹി തങ്ങൾ നടക്കാറുണ്ടായിരുന്നു. ആരോഗ്യവാനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആയിരിക്കും, അയ്ബുണ്ടാവൂല. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖുലിഖ്ത കമാ തശാഉ. ഹസൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയതാണ്, ഒരു ന്യൂനതയും ഇല്ലാണ്ട് അങ്ങ് സൃഷ്ടിക്കപ്പെട്ടത്, അങ്ങ് അമ്മനോട് ഞാൻ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് സൃഷ്ടിച്ച പോലെയുണ്ട്.
അത്ര ക്ലിയറാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദർ യുദ്ധത്തിന്റെ അന്ന് രാത്രി അലി റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയാക്കുമായിരുന്നു. ആരാ പറയുന്നത്? അലി ബിൻ അബി ത്വാലിബ്. സഹാബാക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും ധീരനാണ് അലി ബിൻ അബി ത്വാലിബ്. അംർ ബിനു അബ്ദു വുദ് എന്ന് പറയുന്ന ഒരു ചങ്ങായിയുണ്ട്, ഖുറൈശികളോട് 10-50 വയസ്സുണ്ടാവും ചങ്ങായിക്ക്. ഭയങ്കരമായ ഈ യുദ്ധ നൈപുണ്യമുള്ള ഒരാൾ. ആർക്കും അയാളെ എതിരിടാനോ അയാളുമായിട്ട് ഏറ്റുമുട്ടാനോ കഴിയൂല. അയാൾക്ക് അതിന്റെ ഒരു ഹുങ്കുണ്ട്. ഖന്തഖ് യുദ്ധത്തിന്റെ ദിവസം ഇയാള് കുതിരപ്പുറത്ത് വന്ന് വെല്ലുവിളിച്ചു. ഖന്തഖിന്റെ 3 ഭാഗം കടന്നു, ഒരു ഭാഗത്ത് സഹാബാക്കളുടെ പട്ടാളവുമാണ്. ഇയാൾ കുതിരപ്പുറത്ത് വന്ന് വെല്ലുവിളിച്ചു, ആരെങ്കിലും ഉണ്ടോ എന്നോട് ഏറ്റുമുട്ടാൻ? ആരും ഉണ്ടെന്നില്ല. അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അലിയിനോട്, അലി ഇരിക്ക്. അതാരെന്നറിയോ? അംർ ബിൻ അബ്ദു വുദ്ദാണ്. അതായത് എനിക്ക് പറ്റൂല, നിന്നെക്കാളും ശക്തവാനാണ്. അലി അവിടെ ഇരുന്നു. രണ്ടാമതും ആവർത്തിച്ചു, മൂന്നാമതും ആവർത്തിച്ചു. അലി ബിൻ അബി ത്വാലിബ് തന്നെ എഴുന്നേറ്റു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത് പറഞ്ഞു, അലി ഇത് ഇന്നയാളാണ്. അപ്പൊ പറഞ്ഞു അലി, എന്നാ പറഞ്ഞു ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കാം, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ. സഹാബകൾ പറയാണ്, അലി റളിയല്ലാഹു അൻഹു പോയി അയാൾ കുതിരപ്പുറത്തുനിന്ന് ചാടി താഴെ ഇറങ്ങി. പിന്നെ അവിടെ ഫുൾ പൊടിപടലങ്ങൾ മാത്രം, 1-2 ആൾക്കാരെയും നമ്മൾ കാണുന്നില്ല. പിന്നെ നമുക്ക് ആശ്വാസമായത് അലിന്റെ അല്ലാഹു അക്ബർ എന്ന വിളി കേട്ടപ്പോഴാണ്. അയാളെ കൊന്നു. അത്ര ധീരനും ശക്തവാനും. ആ അലി പറയാണ്, യുദ്ധത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയാക്കാറുണ്ടായിരുന്നു. വെച്ചാല് നബി നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നു. ശത്രുക്കൾ വരുമ്പോ നമ്മളൊന്ന് നബിയുടെ പുറകിൽ കൂടിയിട്ടാണ് യുദ്ധം ചെയ്യരുത്. അത്ര ആരോഗ്യവാനാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് തോറ്റു കൊടുത്തതാണ്. ഇടക്ക് അങ്ങനെ വേണം, നമുക്ക് എന്നെ ജയിക്കാൻ പറ്റും. എന്നാൽ ഓള് ജയിച്ചാൽ കുഴപ്പമില്ലാത്ത സംഗതികളിൽ ഓളെ വാക്ക് എന്ത് ചെയ്യണം? പാലിച്ചു കൊടുക്കണം, മാനിച്ചു കൊടുക്കണം. ജയിച്ചു, വല്ലാണ്ട് ചിരിച്ചു സന്തോഷിച്ചു. കുറച്ച് കാലം കഴിഞ്ഞു. വഫീ സഫരിൻ ഉഖ്റ, വേറൊരു യാത്രയിലും നെറുക്കിട്ടപ്പം ആയിഷ ബീവിന്റെ പേര് വന്നു, കൂട്ടിയിട്ട് പോയി. തിരിച്ചു വരുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നതസാബഖു യാ ആയിഷ, നമുക്കൊന്ന് ഓടിയാലോ, ഒരു മത്സരം. ആയിഷ സമ്മതിച്ചു. അങ്ങനെ ഓടി. ആയിഷ റളിയല്ലാഹു തആല അൻഹ തോറ്റു. റസൂലുള്ളാഹി മനഃപൂർവ്വം ഓടി ജയിച്ചു. ഭാര്യ തോറ്റു. എന്തായാലും എന്തായിരിക്കും തോറ്റാനുള്ള അവസ്ഥ? ഭയങ്കര പൊട്ടിത്തെറിച്ച് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് നോക്കുമ്പോൾ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ പോകുന്നു. അതാണ് പെണ്ണ്. ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി ബിതിൽക സാബിഖ, നീ കരയൊന്നും വേണ്ട, ഇത് പകരത്തിന് പകരമായിട്ട് കൂട്ടിയാൽ മതി. അന്ന് നീ ജയിച്ചു, ഇന്ന് ഞാനും ജയിച്ചു. വയദ്ഹഖു വതദ്ഹഖ്, ഇത് പറഞ്ഞപ്പോൾ നബിയും ചിരിച്ചു, ആയിഷയും ചിരിച്ചു. ഈ അവസ്ഥകൾ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളായിട്ട് ഉണ്ടാക്കണം. അവിടെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ, ഒരു റാഹത്തൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴേ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള കറകളൊക്കെ അങ്ങ് മാഞ്ഞ് രണ്ടാൾക്കാരും ഒന്നുകൂടി നടുക്കുള്ളൂ. ഇതിനൊന്നും പ്രായം എന്തല്ല ഒരു തടസ്സമാവരുത്. ആയിഷ റളിയല്ലാഹു അൻഹ കെട്ടുമ്പം റസൂലുള്ളാഹിക്ക് എത്ര വയസ്സ്? 53 വയസ്സ് കല്യാണം കഴിക്കുമ്പോൾ. ആ 53 കഴിഞ്ഞ ഭർത്താവിൻ്റെയും 9 വയസ്സുകാരിയായ ഭാര്യൻ്റെയും കഥയാണ് ഈ പറഞ്ഞത്. അങ്ങനെ ആയിരിക്കണം. അള്ളാഹു നല്ല കുടുംബവും നല്ല ദാമ്പത്യവും നസീബാക്കട്ടെ. ഒന്നുകൂടി പറയാം. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇപ്പൊ പറഞ്ഞിട്ട് പെണ്ണുങ്ങളോടുള്ള നസീഹത്ത് പറയാൻ കഴിയില്ല, അതാ പ്രശ്നം. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അത് പെണ്ണിന് ചെയ്യാം. നമ്മൾക്ക് കാര്യമുണ്ടോ, മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടോ, നമ്മളോട് ഇഷ്ടമാണോ, ഇത് ടെസ്റ്റ് ചെയ്യാം. കാരണം ഫോണിൽ നോക്കുമ്പോൾ മേരി ജാൻ എന്നല്ല എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും മൈ ലവ് അങ്ങനത്തെ എഴുതാ, മൈക്കൽ കണ്ടി, എൻ്റെ പഞ്ചാര, ഇതെല്ലാം ആയിരിക്കും നമ്മൾ ഫോണിൽ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലേ. ഇപ്പൊ ഇവളിത് കണ്ടെന്ന് വെച്ചോ, ഒന്ന് അറിയണമല്ലോ മൂപ്പർക്ക് എഴുതിയ പോലെ ഞാൻ പഞ്ചാരയാണോ കൽക്കണ്ടിയാണോ അതല്ല കൽക്കരിയാണോ, ഇതെല്ലാം ഒന്ന് അറിയണമല്ലോ. ഇത് നോക്കാൻ തീരുമാനിച്ചാൽ അത് നോക്കാനുള്ള അനുവാദം ഭാര്യക്കുണ്ട്. സ്നേഹം ടെസ്റ്റ് ചെയ്യാൻ. ആയിഷ ബീവി പറയാണ്, ഒരു ദിവസം പള്ളിയിൽ ഭയങ്കര ബഹളം, ഭയങ്കര ഒച്ചപ്പാട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെ വിട്ട് ചോദിപ്പിച്ചു, എന്താ സംഭവം, എന്താ ഭയങ്കര ബഹളം കാണും? അപ്പൊ നോക്കുമ്പോക്ക് ആഫ്രിക്കയിൽ നിന്ന് ചില ആൾക്കാർ വന്നിട്ട് അവർ പള്ളിയിൽ അവരുടെ കരാട്ടെ പരിപാടികൾ കാണിക്കാണ് മദീനക്കാർക്ക്.
കാരണം രണ്ട് നാടല്ലേ. അപ്പൊ ആഫ്രിക്കക്കാരുടെ മെയ് വഴക്കം അത് കാണിക്കാണ്. അപ്പൊ പിള്ളേരും ആണുങ്ങളെല്ലാം കൂടി നിന്നിട്ട് ഇങ്ങനെ ഇത് നോക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ആയിഷ നിനക്ക് കാണുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, കാണുന്നുണ്ട്. എന്നാ പിന്നെ വാ. അങ്ങനെ കൂട്ടിയിട്ട് പോയി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിൽ മൻകിബിൽ എൻ്റെ താടിയിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുക. എന്നെയോ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ആയിരിക്കണം ഹീറത്ത്. എന്നെ മുമ്പിലുള്ള ആരും കാണാതെ നബിയുടെ പിറകിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളല്ല നമ്മളെല്ലാം മൊത്തത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമ്മളൊന്നും അങ്ങനെ ആക്കുന്നവരല്ല. നല്ല ജീൻസ് പാൻറ്റും ടീഷർട്ടൊക്കെ ഇട്ട് നല്ല പിന്നെ ചുണ്ടും ചോപ്പിച്ച് കവിളത്തെ റോസും അടിച്ചിട്ട് ബുള്ളറ്റും ഇരുത്തി ചങ്ങായിമാരെ കാണുമ്പോൾ ഒന്ന് റൈസാക്കി അവിടെ ഇപ്പോൾ നോക്കുമല്ലോ, ഇതാ മോനെ എൻ്റെ മുതല് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇന്നത്തെ ഉമ്മത്തിൻ്റെ അവസ്ഥ. മോൾക്ക് 16 വയസ്സായി, 17 വയസ്സായി, കെട്ടിക്കാൻ പ്രായമായി. അപ്പോൾ ഉപ്പാമ്മ കൂടി തീരുമാനിക്കുന്നത് എന്താ അറിയോ? അടുത്ത മംഗലത്തിന് മുമ്പ് കുറച്ച് ചമയിച്ചോ. അപ്പൊ ഏതെങ്കിലും നല്ല പുളിക്കുമ്പോൾ മോളെ കണ്ട് മോളൊന്ന് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളെ പണി കഴിഞ്ഞല്ലോ, ഓ വന്നോളല്ലോ. അത് ഏതെങ്കിലും കൂട്ടിക്കൊടുക്കണം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ ചുമല് താടി വെച്ചിട്ട് ബാക്കിൽ മറഞ്ഞു നിന്നിട്ട് ഇവരുടെ കളി കാണുകയാണ്. ആയിഷ പറയുന്നത് കേട്ടോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കന്നെ വിളിക്കും, യാ ആയിഷ തആലി ഫൻദുരി, വാ നോക്ക്, ആ കളികളൊക്കെ ഒന്ന് നോക്ക്. ഫവദഅത റഅസഹാ അലാ മൻകിബൈ, തല ഈ ചുമലിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഇടക്കിടക്ക് റസൂലുള്ളാഹി ചോദിക്കും, യാ ആയിഷ അമാ ശബിഅതി, മതിയായില്ലേ? നബിക്ക് എന്താന്നുണ്ട്, ഇവിടെ വേദന എടുക്കുന്നുണ്ട്, താടിങ്ങനെ കുത്തിവെച്ച് നിൽക്കല്ലേ എന്ന്, ചുമല് വേദന എടുക്കുന്നുണ്ട്. അമാ ശബിഅതി, മതിയായില്ലേ ആയിഷ? അപ്പൊ ഞാൻ പറയും, ലാ ലാ പോരാ, കുറച്ചും കൂടെ നോക്കാനുണ്ട്. തഖൂലു ആയിഷ അഖൂലു ലാ, ആയിഷ പറയാണ്, ഞാൻ പറയും ഇല്ല, മതിയായിട്ടില്ല. ലിഅൻദുറ ഇലാ മൻസിലതി ഇൻദ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കറിയണം എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് ഞാനുണ്ട്, എനിക്ക് എത്ര സ്ഥാനമുണ്ട്, എത്ര സ്നേഹമുണ്ടെന്ന് അറിയാൻ ഞാൻ ഇല്ല എന്ന് പറയും. അയസ്ബിറു വയതഹമ്മൽ, എത്ര വേദനിച്ചാലും ക്ഷമിച്ച് കടിച്ചു പിടിച്ച് നിൽക്കോ ഇല്ലേ, അല്ല എന്നോട് മതിയാക്കിയിട്ട് പോവാന്ന് പറയോ, ഇത് നോക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ഖാലത്ത്, ആയിഷ പറയാണ്, ഫവല്ലാഹി ലഖദ് റഅയ്തുഹു അലൈഹി സ്വലാത്തു വസ്സലാം യുറാവിഹു ബൈന ഖദമൈ, കാലിങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നത് ഞാൻ കണ്ടു. നിൽക്കാൻ കഴിയുന്നില്ല, കാല് വേദന എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കാലിന്റെ മുകളിൽ നോക്ക്, കുറച്ച് മറ്റേ കാലിൻ്റെ മുകളിൽ. എന്നാലും ആയിഷാനോട് എന്ത് പറയുന്നില്ല, മതി പോവാന്ന് പറയുന്നില്ല. അതൊക്കെ നമ്മൾ കാണിക്കേണ്ടതാണ്. അത് അങ്ങനെ കാണിക്കുമ്പോഴാണ് ഭാര്യക്ക് എന്ത് തോന്നും, കുഴപ്പമില്ല, ഞാൻ മൂപ്പറ ഫോണിൽ മാത്രമല്ല മൂപ്പറ കൽബിലുണ്ടെന്ന് തോന്നിയാൽ എല്ലാ പ്രശ്നവും തോന്നും. പിന്നെ വീട്ടിൽ പ്രശ്നമേ ഇല്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നല്ല ജീവിതം വെറുതെ കിട്ടുമൊന്നുമില്ല, അത് നമ്മളായിട്ട് ഉണ്ടാക്കണം, വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളായിട്ട് ഉണ്ടാക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇച്ചിരി ഗൗരവത്തിൽ നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യം പെണ്ണുങ്ങളോടാണ്. അവർക്ക് സ്വർഗത്ത് പോവാൻ വളരെ ഈസിയാണ്. ഞാൻ ഷേഖിന്റെ ക്ലാസ് കേട്ടിരുന്നു, ആണ് പെണ്ണിന് കൊടുക്കാനുള്ളത് പ്രധാനമായും 2 കാര്യം. അതിലൊന്നും എന്താ അറിയോ, എനിക്കെൻ്റെ മാപ്പിള ഉണ്ട് എന്നുള്ള തോന്നൽ, കെയറിങ്. നമുക്കില്ലാത്തോ തന്നെ, നമ്മൾ തന്നെ എപ്പോഴുള്ള പരാതി, കെയറാക്കുന്നില്ല, ഫുള്ള് യാത്ര തന്നെ, എപ്പം വിളിച്ചാലും കിട്ടൂല, എന്താണ് പരാതി, കെയറിങ്. പെണ്ണിനെന്ത് തോന്നും, എൻ്റെ മാപ്പിള എനിക്കെപ്പം പറയുമ്പോൾ ഈ മൂപ്പർ ഓർമ്മ വരും. അബ്ദുറഹ്മാൻ സാഹിബിനെ നമ്മൾ ഹജ്ജിന് ഉംറക്ക് പോയ സമയത്ത് മറുവൻ്റെ മുകളിൽ നിൽക്കുകയാണ്, തവാഫെല്ലാം കഴിഞ്ഞ് തിരക്ക് ഉന്തല് തള്ളലെല്ലാം കഴിഞ്ഞ് വന്ന് നിൽക്കുക. ഇനി പോയിട്ട് മുടിയും വെട്ടി തഹജ്ജുദായിട്ട് കുളിച്ചിട്ട് ഉറങ്ങണം. അപ്പോൾ മൂപ്പര അമ്മായി വീട്ടിൽ വന്നിട്ട് ചോദിക്കുക, എനിക്കൊന്ന് അജുൽ റസൂൽ മുത്തോളം എന്നെ ഒന്ന് കൊണ്ടുപോകും രാവിലെ സമയത്ത്. ഇയാളെ മറുപടി എനിക്ക് വളരെ ഇഷ്ടമായി, അള്ളാഹു നല്ല സ്നേഹം നടത്തി കൊടുക്കട്ടെ, എന്നാ പോവാ. അമ്മായി ചോദിച്ചെന്നുകൊണ്ടായിരിക്കും, ഈ ജിമ്മിനെല്ലാം പോയി തടി ഉണ്ടാക്കുന്നല്ലേ, എന്നെ ഒരുത്തനെ മുത്തിക്കാനൊക്കെ പറ്റുമല്ലോ. ആ ഒരു മനസ്സ് ഭാര്യക്ക് ഉണ്ടായി കൊടുക്കണം. എനിക്കെൻ്റെ മാപ്പിളയുണ്ട്. ഇന്ന് പ്രിയപ്പെട്ടവരെ അതില്ല. കുറേ ആളുകളുടെ അനുഭവം കൊണ്ട് പറയാണ്, ഭർത്താവിനെ വിശ്വാസമില്ല ഭാര്യക്ക്. ഇയാള് പക്ഷെ ക്ഷമിച്ച് ഒപ്പിച്ച് പോവാണ്. അത് ശരിയല്ല, അത് ശരിയാവൂല. ഞാൻ ഭർത്താവാണ് എന്നത് നമ്മൾ തെളിയിച്ചു കൊടുക്കാതെ ശരിയാവില്ല. നമുക്ക് തോന്നണം, എന്നെ കെയർ ചെയ്യാൻ പറ്റും, എന്നെ ഒരുത്തരും ഇയാളുണ്ടെന്നും നോക്കാൻ ധൈര്യപ്പെടൂല എന്നൊരു തോന്നിച്ച ഭാര്യക്ക് ഉണ്ടാവണം. ഇയാളെൻ്റെ പേര് ഉണ്ടെങ്കിൽ ഒരുത്തരം എന്നെ തൊടൂല എന്നുള്ള ധൈര്യം ഈ ഭാര്യക്ക് ഉണ്ടാവണം. അതുണ്ടാക്കി കൊടുക്കണം കെയറിങ്.
രണ്ടാമത്തെ എന്താ അറിയോ? ഭാര്യ കൊടുക്കാനുള്ളത്, ഈ ഭർത്താവ് കൊടുക്കാനുള്ളത് സ്നേഹം. സ്നേഹിച്ചിട്ട് കൊല്ലണം പെണ്ണിനെ. ഒക്കെ മാത്രം മതി. വല്ലാണ്ട് തിന്നാന്ന് കൊടുക്കണ്ട. ഭയങ്കരമായ ഡ്രസ്സ്, ഭക്ഷണം, വീട് ഒന്നും വേണ്ട. മാപ്പിളക്ക് സ്നേഹം ഉണ്ടെന്ന് തോന്നിയാൽ കുടിലാണെങ്കിലും കന്നി കുടിച്ചിട്ടാണെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോളൂ. ഉറപ്പാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇത് രണ്ടും മാത്രം കിട്ടിയാൽ മതി പെണ്ണിന്. ഭാര്യന്റെ അടുത്ത് നിന്ന് ഭർത്താവിന് ഇങ്ങോട്ട് കിട്ടാനുള്ള എന്താ അറിയാം? എന്തായിരിക്കും? പറയും, ഭർത്താക്കന്മാർ പറയും, സമാധാനം. സമാധാനം മാത്രം. നിങ്ങൾ വേറെ ഒന്നും തരണ്ട, കുറച്ച് ആശ്വാസം തന്നാ മതി എന്ന് പറയുന്നില്ലേ? ലിതസ്കുനു ഇലൈഹ. അള്ളാഹു കല്യാണത്തെ പറ്റി പറഞ്ഞിട്ട് മാപ്പിളിന്റെ അടുത്തുനിന്ന് സമാധാനം കിട്ടാന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് അവളിൽ നിന്ന് ആശ്വാസം കിട്ടാൻ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിന്റെ തഫ്സീറിൽ ഒരു സംഭവമുണ്ട്. ആദ്യം അള്ളാഹു ആദമിനെ സൃഷ്ടിച്ച കഥ പറയുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് ഹവ്വായിനെ സൃഷ്ടിച്ചു. അപ്പൊ പുതിയൊരാള്, മലക്കുകൾക്ക് ഇത് പരിചയമില്ലല്ലോ. അപ്പൊ മലക്കൾ ചോദിച്ചു, യാ ആദം മൻ ഹാദി, ഇതാരാ ഇതൊരു പുതിയ ആള്? ആദം പറഞ്ഞു, ലാ അദ്രി. മലക്കൾ ചോദിക്കുന്നുണ്ടോണ്ടാ? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അപ്പൊ ആദം ചോദിച്ചു അടുത്തിരിക്കുന്ന ആളോട്, മൻ അൻതി, നീ ആരാ പുതിയത്? അപ്പൊ ഹവ്വ പറയാണ്, അന ഹവ്വ ഖുലിഖ്തു ലിതസ്കുന ഇലയ്യ. ഞാൻ ഹവ്വയാ, നിങ്ങൾക്ക് സമാധാനം തരാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളാണ് ഞാൻ. അപ്പൊ പെണ്ണിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ എന്താ? ആണുങ്ങളെ സമാധാനിപ്പിക്കുക, ഭർത്താവിന് ആശ്വാസം കൊടുക്കുക. നാട്ടുകാർ മൊത്തമാണ് നമുക്ക് ഇവിടെ കൊണ്ട് ആശ്വാസം, ഭർത്താവിന് മാത്രം വീട്ടിൻ്റെ ഉള്ളിൽ തലവേദന. ഇതാ ഇന്നത്തെ പെണ്ണിന്റെ അവസ്ഥ. അതൊക്കെ എല്ലായിടത്തും എന്തോ ഒരു ഭർത്താവ്, എന്തോ ഒരു ഇഷ്ടം, എന്തോ ഒരു ഭയമായിട്ട് ഭർത്താവ് മാപ്പിളുടെ അടുത്ത് വരുമ്പോൾ അത് പറ്റില്ല. ആശ്വാസം. ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്തിനാണ് പല്ല് പോയി കളവിയായ ഖുറൈശി പെണ്ണുങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം എന്ത് പറഞ്ഞാലും ഖദീജ ഖദീജ ഖദീജ. അപ്പൊ പറഞ്ഞു, ആയിഷ, നിനക്ക് ഖദീജനെ അറിയില്ല. നാട്ടുകാർ മുഴുവനും ഒറ്റപ്പെടുത്തിയപ്പം എന്നെ സമാധാനിപ്പിച്ചത് ഖദീജയാണ്. പട്ടിണി കടന്നിട്ട് വകയില്ലാത്തപ്പോൾ സ്വത്ത് മുഴുവനും എനിക്ക് തന്നത് ഖദീജയാണ്. ആളുകൾ കല്ലെറിഞ്ഞ് ഭ്രാന്തെന്ന് വിളിച്ച് ഓടിച്ച സമയത്തും എൻ്റെ ആശ്വാസം ഖദീജയാണ്. എൻ്റെ മക്കളെ പ്രസവിച്ച് ഞാൻ മലമുകളിൽ കയറി പോയപ്പോഴും വളർത്തി പോറ്റിയത് ഖദീജയാണ്. 1000 നാവാണ് ഖദീജനെ പറ്റി പറയാൻ. അതെന്തുകൊണ്ടാണ്? അതിങ്ങനെ ആയതുകൊണ്ടാണ്. ആ ആശ്വാസം ഭർത്താവിന് കൊടുത്തതിനെ കൊണ്ടാണ്. ഭർത്താവിന് കൊടുക്കേണ്ട ഈ ആശ്വാസവും സമാധാനവും പെണ്ണ് നഷ്ടപ്പെടുത്തുന്നത് ഒറ്റ ഒരു കാര്യം കൊണ്ടാണ്. ഏതായിരിക്കും? നിങ്ങൾക്കിങ്ങനെ ആശ്വാസമൊക്കെ ഉണ്ടായി, സമാധാനക്കേട് ഉണ്ടായത് എന്തുകൊണ്ടാണ്? നാവ് കൊണ്ട്. പെണ്ണിന്റെ നാവ് കൊണ്ടായിരിക്കും ഏറ്റവും അധികം സമാധാനമില്ലായ്മ പുരുഷനുണ്ടാവുക. ബാക്കി എന്ത് സഹിക്കാൻ പറ്റും? പക്ഷെ ഭർത്താവ് എന്നൊരു പദവിയുണ്ട്. അള്ളാഹു പെണ്ണുങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. ഭർത്താവ് എന്നൊരു പദവിയാണ്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ആ പദവിക്ക് ചേരാത്ത വർത്തമാനം ഭാര്യന്റെ നാവെന്ന് വരുമ്പം ഏത് പുരുഷന്റെയും സമനില തെറ്റും. അൻസിരിൻ നാസ മനാസിലഹും. ആളുകൾ അവരുടെ സ്ഥാനത്തിനനുസരിച്ച് പരിഗണിക്കണം. ഇയാൾ ഭർത്താവാണ്, അതിലേറെ ഒരു പുരുഷനാണ്. അയാളോട് എങ്ങനെ വർത്താനം പറയണം എന്നുള്ള രീതിയുണ്ട്, അതിനൊരു മര്യാദയുണ്ട്. അതനുസരിച്ചേ വർത്താനം പറയാൻ പാടില്ല. അതിന്റെ പരിധി വിട്ടാൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും. ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് സമാധാനം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓളെങ്ങനെ മണപ്പിച്ച് നടന്നിട്ടും കാര്യമില്ല. സൗന്ദര്യത്തിന്റെ റാണിയാണവൾ. മുഖം തൊട്ടാൽ ചോര തെറിക്കുന്ന സുന്ദരിയാണവൾ. ആകാശത്തുനിന്ന് പൊട്ടി വീണ രാജകുമാരിയെ പോലെയാണവൾ. ഒരു കാര്യമില്ല, മനസ്സിനുള്ളിൽ റാഹത്തില്ലെങ്കിൽ പിന്നെ എന്തിനാവള്? അവളെ ജോലി ഖിറാഗുഹയിൽ ജിബ്രീലിനെ കണ്ടു പേടിച്ചിട്ട് വിറച്ചിട്ട് വരിക, സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിക്ക് ഖദീജ. ഒരിടത്തേക്കാ വരുന്നത്. സഹീഹുൽ ബുഖാരിയിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് വിറച്ച് പനി പിടിച്ച് വന്നിട്ട് ആയിഷ ഖദീജയുടെ തുടയിൽ തലയും വെച്ചിട്ട് കിടന്നു. തലയും തടവിട്ട് സമാധാനിപ്പിച്ചോളൂ, നന്മകൾ എടുത്തു പറഞ്ഞിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ. അതാണ് പുരുഷന് പെണ്ണിന്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ളത്. അത് ഭർത്താക്കന്മാര് ഫീൽ ചെയ്യലെപ്പോഴെന്നറിയാം. എപ്പോഴേക്കും പറയും ഭർത്താക്കന്മാർ കല്യാണം കഴിക്കാണ്ടവർക്ക് കേട്ട് പഠിക്കട്ടെ. ഇപ്പോളെ
എൻ്റെ പെണ്ണ് എനിക്ക് സമാധാനം തരുന്നുണ്ട് എന്ന് ഭർത്താവിന് ഫീൽ ചെയ്യലപ്പാന്നറിയോ? അനുസരിക്കുമ്പോൾ. ഭർത്താവിനെ പെണ്ണ് അനുസരിക്കുമ്പോൾ. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു പെണ്ണിന് സ്വർഗ്ഗത്തിൽ ഇദാ സല്ലത്ത് ഖംസഹ വസാമത് ശഹ്റഹ വഅദ്ദത് സകാത മാലിഹ, ഓള് നിസ്കരിച്ചു, സകാത്ത് പൈസക്കാരാണെങ്കിൽ സകാത്തും കൊടുത്തു, കൃത്യമായിട്ട് നോമ്പ് കൊടുത്തു, വഅതാഅത് ലിസൗജിഹ, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ, ഖീല ലഹ ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅ്ത, സ്വർഗത്തിന്റെ ഏത് വാതിലിനാണോ നിനക്ക് പോകേണ്ടത് അതിൽ കൂടി പോയിക്കോ എന്നവരോട് പറയപ്പെടും. ഈ പറയപ്പെട്ട അമലിന്റെ കൂടെ ഒന്നുണ്ടെങ്കിൽ ഭർത്താവിനോടുള്ള അനുസരണം. വെറുപ്പിക്കരുത് വാർത്താക്കന്മാരെ നാവ് കൊണ്ട്. ഒരു ആറാബി, ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ആറാബി തൻ്റെ മോന്റെ കല്യാണത്തിന് ആ മോന് കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. യാ ബുനൈ, മോനെ, ലാ തൻകിഹ് അൽ മന്നാന, മന്നാനത്തായ പെണ്ണിനെ നീ കല്യാണം കഴിക്കുന്നു. ആരാ മന്നാനത്ത്? കൊടുത്തതും ചെയ്തതും ഒക്കെ എടുത്തു പറയുന്ന പെണ്ണ്. ഞാൻ അങ്ങനെ വെച്ചെന്നിട്ട് ഇങ്ങനെ വെച്ചെന്നിട്ട്, നിങ്ങളെ ഉപ്പാപ്പ നിങ്ങളെ മൂത്തപ്പ വന്നപ്പോൾ ഞാൻ തൽക്കാലാക്കിയില്ലേ, നിങ്ങളെ അനിയന്മാർ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട്, നിങ്ങളെ ഏതെങ്കിലും ബന്ധത്തിലാളെ പറഞ്ഞിട്ട് ഒരു ഇങ്ങനെ ആക്കലില്ലേ, മന്നാന. കാരണം ഒരു സമാധാനം കിട്ടൂല അവളെ കൊണ്ട്, ആ പറയുന്നവളെ കൊണ്ട് ഒരു റാഹത്തും കിട്ടൂല, മന്നാന. രണ്ടാമത്തത് വനൽ അന്നാന. അന്നാന എന്ന് പറഞ്ഞാൽ എപ്പോഴും പരാതിയും ഈ ആവലാതിയും, ഇങ്ങനെയുണ്ടല്ലോ, ഒരു സന്തോഷം ഉണ്ടാവില്ല മുഖത്ത്. നമ്മളിപ്പോൾ കയറി വന്നാലും എങ്ങനെയുണ്ട് മോളെ റാഹത്തന്നെ, ഇങ്ങനെ ഇരിപ്പുണ്ടാവും. കണ്ടാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ചെരുപ്പുരാൻ തോന്നും. അതുണ്ടായിക്കൂടാ. അങ്ങനത്തെ പെണ്ണെ കെട്ടണ്ടെന്ന് ഒരു ആറാബി മോനെ ഉപദേശിക്കാണ് കല്യാണത്തിന്റെ ദിവസം. കാരണം പെണ്ണെന്താവണോ, ഭർത്താവ് വരുമ്പോ ഒന്ന് കുളിച്ചു ഒരുങ്ങി നല്ല ഇതാ നദർത ഇലൈഹ സർറത്ക, ഓളെ കാണുമ്പോൾ ഭർത്താവ് തോന്നണേ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ സുന്ദരി എൻ്റെ പെണ്ണാണ്, അങ്ങനെ ഒരുങ്ങുന്നവനാണ് ഏറ്റവും നല്ല പെണ്ണ്. ഇതിങ്ങനെ രാവലാതി എപ്പോൾ നോക്കുമ്പോൾ, അതിൻ്റെ ഷറഹിൽ പണ്ഡിതന്മാർ പറഞ്ഞെന്താ അറിയോ, എപ്പോൾ നോക്കിയാലും പറയും കാലുവേദന, കൈവേദന, നടുവേദന, ചെവി വേദന, പല്ലുവേദന, എന്ത് പറഞ്ഞാൽ ആ വേദന ഈ വേദന, ഇങ്ങനെ ഒരു കുത്തിട്ടിരിക്കും. ഇതിനെ നീ കെട്ടണ്ടാന്ന് ആറാമി ഉപദേശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കെട്ടിയതിനെ ഒഴിവാക്കാൻ പറയുന്നല്ല കേട്ടോ, പെണ്ണുങ്ങൾക്ക് ഉപദേശമാണിത്. അങ്ങനെയൊക്കെ കുറച്ചൊരു ഇത് വേണം, ഒരു റാഹത്തായിട്ട് ഒരു സമാധാനം തന്നെ പോൾക്കുണ്ടാവുള്ളൂ. അതേപോലെ വലൽ ഹന്നാന. എന്താ ഹന്നാൻ എന്ന് പറഞ്ഞാൽ? സ്വന്തം കുടുംബത്തിനോട് മാത്രം കൂറും. ഓള ഉമ്മയും ഓള പെങ്ങളെല്ലാം വരുമ്പോൾ ഭയങ്കര സന്തോഷവും റാഹത്തും, ബിരിയാണി ആക്കുന്നു, മാപ്പിളിനെ കൊണ്ട് ഗോൾഡനിലേക്ക് വിട്ടിട്ട് ശവായം വാങ്ങിപ്പിക്കുന്നു, ഇപ്പുറത്തുനിന്ന് മട്ടൻ്റെ വന്തിയാക്കുന്നു. എന്നാൽ നമ്മളാരെങ്കിലും വന്നാലോ അടുക്കളയിൽ നിന്ന് പറയും, എപ്പോ പിന്നെ പോക്ക്, 2 ദിവസം അതിനടുത്ത് തന്നെ നിൽക്കുന്നു. ഇതാണ് ഈ നീ കെട്ടരുത്, നിനക്കൊരു സമാധാനം തരൂല. അങ്ങനത്തെ സ്വഭാവം അത് പെണ്ണിന് നല്ലതല്ല. കാരണം കല്യാണം കഴിയുന്നോട് പിന്നെ ഹക്കാനോടാ, ഭർത്താവിനോടാണ്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട ആളോടും ആ ഒരു മമത അവള് കാണിക്കണം. ഓളമ്മയും പെങ്ങളൊക്കെ പുറക്ക് വന്നിട്ട് പോകുമ്പോൾ ഒരു കവറും കൊണ്ട് വന്ന പെങ്ങളുണ്ടാവും, 3 കവറും കൊണ്ട് തിരിച്ചു പോകുന്നു. നമ്മളെ പെറുക്കുന്ന ആരെങ്കിലും വന്ന ഒരു കവറിന്റെ ഒരു പകുതി കുറഞ്ഞാൽ തന്നെ അവള് നോക്കും. ഇതിപ്പോ ഇങ്ങനെയുള്ള ചില പെണ്ണുങ്ങള് കുറേ പരാതി വരുത്തുന്നുണ്ട്, കുറേ ആൾക്കാർ പറയുന്നുണ്ട്. കാരണം ഇവന്റെ കുടുംബത്തിനോട് ഒരു ഇഷ്ടമില്ല, എന്നാലോ ഓളെ കുടുംബത്തിന് വേണ്ടി ഇയാളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഓളെ അനിയൻ പഠിക്കുന്നതും ഇവന്റെ ചെലവിൽ, ഓളെ പെങ്ങളെ കെട്ടിച്ചതും ഇവൻ തന്നെ, എല്ലാം ഭർത്താവിന്റെ ആൾക്ക്. ഇത് ഇയാൾ ഇങ്ങോട്ട്. അങ്ങനത്തെ പെണ്ണെയും നീ കെട്ടാൻ പാടില്ല. വല അൽ ഹദ്ദാഖ. ഹദ്ദാഖ എന്ന് പറഞ്ഞാല് ഈ ഭർത്താവിനെ വസ്തുക്കളെ വെച്ചുകൊണ്ട് അളക്കുന്നത്. അള്ളാഹു കാക്കട്ടെ. മറ്റുള്ള ആൾക്കാരെ നോക്കിയിട്ട് സ്വന്തം ഭർത്താവിനെ വിലയിരുത്തുക ഉണ്ടല്ലോ. ഭർത്താവ് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നു, ഒരു കേക്ക്, ഒരു എന്തോ ഉദാഹരണത്തിന് എന്താ പറയാ, ഹബീബി എന്തൊരു സാധനം വാങ്ങിയിട്ട് പോവാം, ഓളെ ഒരു സാരി വാങ്ങിയിട്ട് പോയി, ഒരു ചുരിദാർ വാങ്ങിയിട്ട് പോയി. ഇപ്പൊ നോക്കിയിട്ട് ഇതെന്തെന്ന് മറ്റോ വാങ്ങിച്ചു കൊടുത്ത് ചുരിദാർ നോക്കിയ ഇത് രസമുണ്ട് കാണാൻ, ഇന്നുണ്ടങ്ങനത്തത്.
നല്ലൊരു പ്ലേറ്റ് ഗൾഫിൽ നിന്ന് പൊതിഞ്ഞ് കെട്ടി ഇയാൾ വലിയ കാര്യത്തിൽ എൻ്റെ ഓക്കി ഇത് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചിട്ട് കൊണ്ടിട്ട് കൊടുത്തു. മോളെ ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്, വാട്സപ്പിൽ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ കാത്തിക്കുക ഗിഫ്റ്റ്. ഇയാൾ സർപ്രൈസ് ആയിട്ട് പോയിട്ട് എന്നെ തുറന്നിട്ട് ഇതാ എൻ്റെ പൊന്നിന് ഞാൻ കൊണ്ടുവന്നത്, ഇതാർക്ക് വേണ്ട. ഇത് ഈ പെണ്ണ് സ്വഭാവം ശരിയല്ലാത്തോളാണ്. ഇനി അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ അവിടെ എന്താ പറയേണ്ടത്? മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ്, എന്തിനിപ്പോൾ ഇത്രയെല്ലാം വരെ? എൻ്റെ ഓക്കന്നറിയാം 5 റുപ്യ ഉള്ളൂ, 5 റിയാലേ വാങ്ങിയതാണ്. എന്നാലും അവളെന്ത് പറയും? എന്തിനിപ്പോൾ ഇത്ര എന്തെല്ലാം വാങ്ങി, നമുക്ക് ഇത്രയൊന്നും വേണ്ടല്ലോ. അത് നല്ല പെണ്ണിൻ്റെ അടയാളാണ്, തിരിച്ചാവരുത്. പിന്നെ അദ്ദേഹം പറഞ്ഞു വലൽ ബറാഖ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നല്ല മിന്നൽ പോലെ ഒരുങ്ങുന്ന പെണ്ണ്. ഭർത്താവ് വരുമ്പോൾ മത്തിച്ചാറും മൈദപ്പൊടിയും പിന്നെ എന്താ പറയുക കടുക് പൊട്ടിയാലും തെറിച്ചതും കീറിയ മാക്സിയും കീറിയ മാക്സി, ചിലപ്പോൾ കുഞ്ഞു തൂറിയിട്ടുണ്ടാവും. അവൾ നവായിരിക്കും വെള്ളം വേണ, ഇവളെന്തിനു പറയ്ക്ക്, പിന്നെ ഇവളൊക്കെ അതുകൊണ്ട് എന്താ കാര്യം? അതേ സമയത്ത് അന്ന് വൈകുന്നേരം തന്നെ പാർട്ടിക്ക് പോകാനുണ്ടെങ്കിലോ മാപ്പിള മാറ്റിയിട്ട് ഇറങ്ങുമ്പോൾ ഇതായിപ്പോൾ ഇത് പുതിയ ഒരാൾ പറക്ക്, അത്ര ഗ്ലാമറുണ്ടാവും ഒരുങ്ങിയിട്ട് നിൽക്കുന്നത്. മാലയില ഇവൻ കൊടുത്തതിന് ശേഷം അമ്മയ്ക്ക് ഓൻ കാണുന്നുണ്ടാവുക കെട്ടിയിട്ട്, ഇവനെ കാണിക്കാൻ കെട്ടിയിട്ടുണ്ടാവില്ല. നീ അങ്ങനത്തെ പെണ്ണെ കെട്ടരുത്, കാരണം അന്യർക്ക് സമാധാനം കിട്ടും, നിനക്കെന്ത് കിട്ടൂല, ഇവളെ കൊണ്ട് സമാധാനം കിട്ടൂല. വലൽ ബറാഖ വല ഷദ്ദാഖ. ഷദ്ദാഖ എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നവർ. ഒരിക്കലും താങ്ങാൻ ആണുങ്ങൾക്ക് പറ്റൂല, അത് ആണുങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. പെണ്ണ് ഭാര്യ പ്രത്യേകിച്ചും ചിലപ്പോൾ മക്കൾ സംസാരിച്ചാലും ഉപ്പം ചെയ്യും, ക്ഷമിച്ചെന്ന് വരും. പെണ്ണ് ശബ്ദമുയർത്തിയാൽ അതൊരു പുരുഷനാണെങ്കിൽ സഹിക്കൂല, പിന്നെ മറ്റേത് യൂസില്ലേ ആയിക്കോട്ട് വേണ്ടെങ്കിൽ നിൽക്കും. പെണ്ണ് ശബ്ദം ഉയർത്തിയാൽ പുരുഷൻ എന്താവൂല, അത് സഹിക്കൂല. അങ്ങനത്തെ പെണ്ണെ കെട്ടാൻ പറ്റൂല. വല ആശബദ്ദാർ എന്ന് പറഞ്ഞാൽ വീട് വൃത്തിയാക്കാത്ത ഒരു മക്കൾ പറഞ്ഞെന്താലോ ഖബറിസ്ഥാനിൽ പോയവരുണ്ടാവും. ചില വീട് അങ്ങനെയുണ്ട്, തുടക്കൂല്ല, വൃത്തിയാക്കൂല്ല. എൻ്റെ ഉസ്താദ് എപ്പോഴും പറയും, കയറി പോകുമ്പോൾ എൻ്റെ ലാത്തി ചാർജെല്ലാം കഴിഞ്ഞ പോലെ ഉണ്ടാവും. മക്കൾ 2 ചെരുപ്പ് അപ്പുറത്ത്, 3 അപ്പുറത്ത്, ഇവൻ്റെ ഷൂവും ചെരുപ്പ് ഇപ്പുറത്ത്, അങ്ങനെ അടുക്കില്ല, ചിട്ടയില്ല, പുറക്കി വെക്കുന്നില്ല. ഇവിടെ ശരിയാവില്ല. ഒരു അറാബി തൻ്റെ മോന് കൊടുത്ത ഉപദേശമാണ്. അപ്പോൾ ഈ പട്ടണവാസികളായ നമ്മളൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കണം. പെണ്ണ് ഈ പറയപ്പെട്ട സൂക്ഷ്മതകളൊക്കെ പാലിച്ചേ പറ്റുള്ളൂ. ഭയങ്കരമായി ഭർത്താവിനെ പരിഗണിക്കണം. ഒരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അസ്മാ റളിയല്ലാഹു അൻഹ, സുബൈർ ബിൻ അവ്വാമിൻ്റെ ഭാര്യ, പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി അസ്മ, ഒരു ദിവസം വീട്ടിലേക്കുള്ള കറിയും വിറകും വെള്ളമൊക്കെ ചുമന്നിട്ട് ഇങ്ങനെ നടന്നു വരിക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു ഒട്ടക സംഘം യാത്ര കഴിഞ്ഞു വരുന്നു. അപ്പോൾ ഭാര്യൻ്റെ ഏട്ടത്തിനെ കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലായി. അവിടെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചിട്ട് പറഞ്ഞു, അസ്മ നീ ഒട്ടകത്തിൽ പോയിക്കോ, ഞാൻ നടന്നിട്ട് വന്നോളാം. അസ്മ പറഞ്ഞു, വേണ്ട, നിങ്ങൾ ഒട്ടകത്തിൽ പോകുന്ന കാഴ്ച സുബൈറെങ്ങാനും കണ്ടാൽ അയാൾക്കത് തീരെ ഇഷ്ടപ്പെടില്ല. ആരൊട്ടകം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം. ആർക്ക് ഇഷ്ടപ്പെടില്ല? റസൂലുള്ളാഹിന്റെ ശിഷ്യന് സുബൈർ. ഉഹദ് യുദ്ധത്തിൽ ഉരുക്ക് പോലെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന സഹാബിയാണ്. ഇഷ്ടപ്പെടൂല. കാരണം സുബൈറിന് ഭയങ്കര ഗീറത്താണ്. എൻ്റെ ഭാര്യ മറ്റൊരാൾ കാണുന്നതോ, എൻ്റെ ഭാര്യ മറ്റൊരാളുടെ സ്ഥാനം ഉപയോഗിക്കുന്നതോ, മറ്റൊരുത്തുള്ള വർത്തമാനം പറയുന്നതോ സുബൈറിന് തീരെ പിടിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിവെച്ചു, സുബൈറിനെ പോലെ ആവണ്ടത്. ഞാനും എൻ്റെ കുടുംബത്തിനോട് ഭയങ്കര ഗീറത്തുള്ള ആളാണ്. എവിടെയും നമ്മുടെ കുടുംബത്തിലുള്ളത്? മാപ്പിള്ള അനിയനെ വിളിച്ചിട്ടാണ് പറയുന്നത്, ഓനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കണേ, ഗൾഫിൽ വിളിച്ചിട്ട് എൻ്റെ മോളെ നീ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കണേ, അവളെ പുരക്കൊന്ന് കൊണ്ടാക്കണേ. അനിയമ്പന് പറ്റൂല. പിന്നെ എൻ്റെ അയൽപക്കത്തുള്ള ആൾക്കാർ ഗീറത്ത് വേണം പുരുഷനാവുമ്പോൾ. അത് പെണ്ണ് ഭർത്താവിനെ സമ്മതിച്ച് കൊടുക്കും വേണം. അസ്മാഇനെ പോലെ പോയാൽ ഒന്നും തോന്നാനില്ല. റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിലാണ് പോകുന്നത്, നട്ടുച്ചക്കാ പോകുന്നത്. പക്ഷെ എന്നിട്ടും അസ്മാഇന്റെ മുകളിൽ കയറിയിട്ട നടന്നിട്ട് തന്നെ പുറക്കേക്ക് പോയി. ആ ഗീറത്ത് വേണം. ഇതാരെങ്കിലും പുറത്ത് വന്നെന്ന് കണ്ടാൽ തന്നെ ഇവള് പെട്ടെന്ന് തന്നെ ഒരുങ്ങിയിട്ട്, ആര്? ഭർത്താവിന്റെ ചങ്ങായി ദുബൈയിൽ വന്നതാ, ഭർത്താവ് എന്തോ ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് ഭർത്താവിന്റെ ചങ്ങായി വന്നതാ. ഇരിക്കപ്പാ, ഇരുത്തി, എന്താ കുടിക്കുന്ന, ചായ അല്ല കാപ്പിയ അല്ല പാലാ കുടിക്കല്? അങ്ങനെ പാലെല്ലാം കൊടുത്ത് അടുത്തിരുന്ന് ഭർത്താവിനെ പറഞ്ഞ് നമ്പറെല്ലാം ഇങ്ങോട്ടും കൊടുത്തിട്ട് ഇവർക്ക് എന്ത് ഗീറത്തുള്ളത്? ആ കുടുംബമൊന്നും ഒരു ശരിയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ആദർശവാദികളായ സ്വഭാവശുദ്ധിയുള്ള മക്കൾ അവരെ കണ്ടിട്ട് ദീനും സംസ്കാരവും പഠിക്കുന്ന തരത്തിലുള്ള മെമ്പർമാരാവണം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ.
ദാമ്പത്യവും കുടുംബവും ജീവിതവും അള്ളാഹു ഏറ്റവും ഉന്നതമായ അവസ്ഥയിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം കഴിഞ്ഞ് ചായ കൂടി ഉണ്ടാവില്ലേ?